പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നന്ദിയും സ്തുതിയും മഹത്വവും ദൈവത്തിനുള്ളതാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവവുമായുള്ള ഐക്യത്തിലൂടെയാണ് നാം നന്ദി പ്രകാശിപ്പിക്കേണ്ടത്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താന് അനുവാദം കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ? എങ്ങനെയാണ് ഈ സംരക്ഷണ വേലി ഉണ്ടായത്? ദൈവം ജോബിന് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ജോബിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ജോബ് ദൈവത്തിന് നന്ദി അർപ്പിച്ചിരുന്നു. അതിനാൽ അത്ഭുതകരമായ ഒരു സംരക്ഷണം ജോബിനും ജോബിൻ്റെ സംരക്ഷണത്തിനും ദൈവം നൽകിയിരുന്നു. തനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും എല്ലാ മഹത്വവും സ്തുതിയും നന്ദിയും ദൈവത്തിനുള്ളതാണെന്നും ജോബിന് ബോധ്യമുണ്ടായിരുന്നു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞത്, ദൈവം തന്നു, അത് നഷ്ടപ്പെടുമ്പോഴും ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ്. ജോബിൻ്റെ മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ജോബിന് ഒരു പരാതിയും ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മിൽ നിന്ന് നന്ദി പറയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 17:11 നാം കാണുന്നത് 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തുന്നുണ്ട്. അതിലൊരാൾ മാത്രമാണ് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ലൂക്ക 17:17 യേശു ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? നാം നന്ദിയുള്ളവരായി ജീവിക്കണം എന്ന് യേശു ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. നന്ദിയുള്ളവർക്കാണ് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുന്നത്. അതാണ് തിരുവചനം പറയുന്നത്, ഉള്ളവന് ലഭിക്കും, ഇല്ലാത്തവന് നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും എന്ന്. എന്ത് ഉള്ളവനാണ് ലഭിക്കുമെന്ന് പറയുന്നത്? ദൈവം നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നവന് ദൈവം വീണ്ടും വീണ്ടും കൊടുക്കും. അവൻ്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുകയും ചെയ്യും. സ്വപുത്രനെ നമുക്കായി നൽകിയ ദൈവത്തിന് ആദ്യമായിട്ട് നാം നന്ദി പറയണം. സുസ്ഥിരമായ ഒരു രാജ്യം നമുക്ക് ലഭിച്ചതിന് പ്രത്യേകം ദൈവത്തോട് നന്ദിയുള്ളവരാകണം. നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. പലവിധ ആവശ്യങ്ങൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകളെ നാം കാണുന്നത്. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം നന്ദി പറയാൻ ശ്രമിക്കാറില്ല, അതിനൊട്ട് ശ്രദ്ധിക്കാറുമില്ല. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കുള്ളതെല്ലാം ദൈവം നൽകിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നന്ദി പറയാനായിട്ട് മടിയുള്ളത്? നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരമാണ് നന്ദി പറയുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. 1 കൊറിന്ത്യർ 4:7 വിശുദ്ധ പൗലോസിക ചോദിക്കുന്നു, നിനക്ക് എന്ത് പ്രത്യേക മേന്മയാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. നമ്മിൽ പലരും ചിന്തിക്കുന്നത്, എനിക്കുള്ളതെല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എനിക്കിതാരും വെറുതെ തന്നിട്ടുള്ളതല്ല. അപ്പോൾ നാം ചിന്തിക്കണം, അധ്വാനിക്കാനുള്ള ആരോഗ്യവും ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവുകളും അതുപോലെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ഒരുക്കി തന്നത് ആരാണ്? എല്ലാം നമുക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. ഈ ഭൂമിയിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ നാം ഒന്നും തന്നെ കൊണ്ടുപോകുന്നുമില്ല. ഇതെല്ലാം നശ്വരങ്ങളാണ്. അപ്പോൾ ദൈവത്തോട് നന്ദിയും സ്തുതിയും ദൈവത്തിന് മഹത്വവും അർപ്പിച്ച് ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്.
എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.